Capital cost. Capital cost is the total cost of construction including land or the original total amount required to possess a property. ഇപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഇൻക്ലൂഡിങ് ലാൻഡ്. അതിൽ നമുക്ക് ലാൻഡിൻ്റെ പ്രൈസും ഉണ്ടാവും, അതേപോലെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ അതും അതിലുണ്ടാവും. ഓർ ദി ഒറിജിനൽ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ടു പൊസസ് എ പ്രോപ്പർട്ടി. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോപ്പർട്ടി നമുക്ക് പൊസസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തിനാണെങ്കിലും അതിന് വേണ്ടി വരുന്ന ടോട്ടൽ എമൗണ്ട്, അതാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലാൻഡും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റും എല്ലാം ഉണ്ടാവും. ഇറ്റ് ഈസ് ദി ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് വൈൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി is the present cost which may be calculated by methods of valuation. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഒറിജിനൽ കോസ്റ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല, എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടി വന്ന കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് സെയിം ആണ്. അതേപോലെ ആ ലാൻഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത കോസ്റ്റും സെയിം ആണ് അല്ലേ, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അതേപോലെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ വെച്ചിട്ടാണ് ക്യാപിറ്റൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് ലാൻഡ്. ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം ആണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്താണെന്ന് നോക്കാം. The capitalized value of a property is the sum or amount, the interest on which at the highest prevailing rate would be equal to the net income out of the property. Capitalized value എന്ന് വെച്ചാൽ അതൊരു സം അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആണ്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ആയിരിക്കും. ആ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു ദി നെറ്റ് ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി ആയിരിക്കും. അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കുറച്ചും കൂടി എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളും കൂടി നോക്കി കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ടു ഡിറ്റർമൈൻ ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇറ്റ് ഈസ് റിക്വയർഡ് ടു നോ ദ നെറ്റ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ആൻഡ് ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നെറ്റ് ഇൻകം ഓഫ് ദി പ്രോപ്പർട്ടിയും അറിയണം, ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവിടുത്തെ ഹയസ്റ്റ് ഇൻട്രസ്റ്റും നമുക്ക് അറിയണം. അത് രണ്ടും അറിഞ്ഞാലാണ് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് മനസ്സിലാവും. എക്സാമ്പിൾ, ഇഫ് എ പ്രോപ്പർട്ടി produce net income of rupees 4,000 per annum and a purchaser decide 8% return on his capital according to the highest prevailing rate, he should pay 4,000 into 100 by 8 equal to 50,000 rupees maximum for the property. This amount rupees 50,000 is the capitalized value of the property. If higher the rate of interest, lower will be the capitalized value of a property and vice versa. Okay, എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് ഈ 4,000 റുപ്പീസ്. നമുക്ക് നേരെ തിരിച്ചു പറയാം. ഇപ്പം നമ്മൾ ഈ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ, 50,000 കൊടുത്ത് ഒരാളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്. ആ പ്രോപ്പർട്ടി ആക്ച്വലി ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന നെറ്റ് ഇൻകം 4,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ 50,000 രൂപയ്ക്കാണ് അയാൾ അത് വാങ്ങാൻ പോണത്. 8% റിട്ടേൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ്. ദാറ്റ് ഈസ് ഈ 50,000ൻ്റെ 8% ആണ് നെറ്റ് ഇൻകം. ഈ ഒരു ഇൻട്രസ്റ്റിൽ അയാൾക്ക് നെറ്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപയ്ക്കാണ് അയാൾ അത് പർച്ചേസ് ചെയ്യുന്നത്, ആ ഒരു എമൗണ്ട് ആണ് 50,000. ദാറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഒന്നും കൂടി പറയാം, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി ഹൂസ് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ 8% പറഞ്ഞില്ലേ, അത് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ഒരാൾ അയാൾ അതിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കണം.
അപ്പോൾ 50,000 രൂപയ്ക്കാണ് അയാൾ ആ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ 50,000ന്റെ 8/100 ആണ് ഈ 4,000. ദാറ്റ് ഈസ് ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് ഇൻകം ആയിരിക്കും. ഈ എക്സാമ്പിൾ എഴുതിയത് തിരിച്ചു നോക്കിയാൽ മതി. 50,000 ഇൻറ്റു 8/100 ഈക്വൽ ടു 4,000 അല്ലേ. 4,000 രൂപ അയാൾക്ക് ഇൻകം കിട്ടും. അത് വെച്ചാണ് അയാൾ അത് വാങ്ങുന്നത്. ഇനിയിപ്പോൾ അയാൾ അത് 50,000ത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. 50,000 അല്ല, അതിൽ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടാണ് അയാൾ ആ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെങ്കിൽ അപ്പോൾ അയാൾക്ക് ആ ക്യാപിറ്റൽ എമൗണ്ടിന് ഇത്രയും റിട്ടേൺ കിട്ടില്ല. പക്ഷെ ഇതിലും കുറഞ്ഞ വിലയ്ക്കാണ്, അതായത് 50,000ത്തിലും കുറഞ്ഞ വിലയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് ഇൻകവും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് കൂടുതൽ റിട്ടേൺ അല്ലെങ്കിൽ കൂടുതൽ ഇൻകം കിട്ടും. അത് നമുക്ക് സാധാരണ അങ്ങനെയല്ലേ, നമ്മൾ വാങ്ങുന്ന വില കുറച്ച് കിട്ടിയാൽ നമുക്ക് ലാഭം കൂടുതലല്ലേ. വാങ്ങുന്ന വില കൂടുതലാണെങ്കിൽ അയാൾക്ക് ലാഭം ഉണ്ടാവുമോ? അയാൾക്ക് ലാഭം കുറവായിരിക്കും, ഉണ്ടാവില്ല. അപ്പോൾ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് അയാൾക്ക് മാക്സിമം ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണത്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ സം ഓർ എമൗണ്ട് അറ്റ് ദ ഹയസ്റ്റ് ഇൻട്രസ്റ്റിൽ എന്താണ് ദാറ്റ് ദ എമൗണ്ട് വിൽ ബി ഈക്വൽ ടു ദ നെറ്റ് ഇൻകം ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി. അവിടുത്തെ ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ആൻഡ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ അടുത്ത ടേം നമുക്ക് നോക്കാനുള്ള അടുത്ത ടേമാണ് ഇയേഴ്സ് പർച്ചേസ്. ഇയേഴ്സ് പർച്ചേസ് എന്താണ്? ഇയേഴ്സ് പർച്ചേസ് ഇൻ പെർപെച്വിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് the capital sum required to be invested in order to receive a net annual income as annuity of revenue 1 at certain rate of interest. അപ്പോൾ ഇയേഴ്സ് പർച്ചേസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ സം. അതൊരു ക്യാപിറ്റൽ സം ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആനുവലി 1 രൂപ നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ നമുക്ക് ആനുവലി 1 രൂപ റിട്ടേൺ കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഒരു സമ്മ്, അതിനെയാണ് നമ്മൾ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് 1 രൂപ ആനുവലി നെറ്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നെറ്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ സം, അതിനെയാണ് നമ്മൾ ഇയേഴ്സ് പർച്ചേസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, let an interest revenue 1 be gain per annum on capital of ₹100. അതായത് നമ്മളൊരു 100 rupees ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ നമുക്ക് റവന്യൂ എന്ത് കിട്ടണം? 1 ആയിട്ട് കിട്ടണം. ഇഫ് ആൻ ഇൻട്രസ്റ്റ് റവന്യൂ 1 ഈസ് ഗെയിൻ പെർ ആനം ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു 100/i. ഈക്വൽ ടു i മീൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് റവന്യൂ 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 divided by i എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ഓർ 100 divided by rate of interest. The present value of revenue 1 per annum is obtained by dividing the rate of interest. Okay, ഒരു എക്സാമ്പിൾ നോക്കാം. The present value of revenue 1 at 8% interest on capital in perpetuity. അപ്പം അവിടെ 8% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് റവന്യൂ 1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ 100 divided by rate of interest ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് 8% ആണ്. അപ്പോൾ 100 divided by 8 എന്ന് ചെയ്യാം. The terminology states the formula that to gain an annual income of revenue 1 at a fixed rate of interest, the capital sum should be 1 into 100 by rate of interest. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. 100 divided by rate of interest is termed as years purchase. ആ ഒരു ടേമിനെ the 100 divided by rate of interest is termed as years purchase. അതിന് നമുക്ക് years purchase നമുക്ക് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Suppose a person purchase a property which produces a net return of 6,000 rupees per annum and the purchaser get 8% return on his capital.
ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. ഒരാൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു, അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് റിട്ടേൺ അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 6000 rupees ആണ്. ആൻഡ് അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു എന്താണ്? നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ്. നെറ്റ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് 6000. 6000 ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 6000 ഇൻറ്റു 12.5 ഈക്വൽ ടു നമുക്ക് 75,000 rupees എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ആഫ്റ്റർ 12.5 years of purchase, the purchaser will get return of capital sum of 75,000 in the form of annual net income of 6,000 rupees. അപ്പോൾ ഈ 100/8 ആണ് 12.5. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക വെച്ചാൽ ഈ 12.5 years നമുക്ക് റിട്ടേൺ കിട്ടുന്നത് 6000 രൂപയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ 6000 രൂപ നമുക്ക് നെറ്റ് റിട്ടേൺ ആണ്. ഒരു വർഷം നമുക്ക് 6000 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ 12.5 years നമുക്ക് ഈ 6000 രൂപ വെച്ച് കിട്ടിയാലാണ് നമ്മുടെ ക്യാപിറ്റൽ സം 75,000 നമുക്ക് കിട്ടുള്ളൂ ഫൈനലി. ഓക്കെ, നമ്മളിപ്പോൾ പറയില്ലേ നമ്മൾ എന്തിലേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ആ കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടാൻ ഒരു സർട്ടൻ ഇയേഴ്സ് എടുക്കില്ലേ, അതാണിത്. അതായത് നമ്മൾ 6000 rupees ആണ് നമ്മുടെ നെറ്റ് ഇൻകം എങ്കിൽ 12.5 years ഈ 6000 ഓരോ വർഷവും കിട്ടിയാലാണ് നമുക്ക് അവസാനം 75,000 rupees കിട്ടുന്നത് 12.5 years കഴിയുമ്പോൾ. അതാണ് അവിടുത്തെ ക്യാപിറ്റൽ സം അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇയേഴ്സ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 ഇൻട്രസ്റ്റ് തരും. ഇതിപ്പോൾ നമുക്ക് ഹയസ്റ്റ് പ്രിവെയിലിംഗ് റേറ്റ് ഓർ 8% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഇൻട്രസ്റ്റ് തരും. അങ്ങനത്തെ കേസിൽ നമ്മൾ ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണിത്. 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്ലസ് റേറ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ഓർ ഈക്വൽ ടു 1/IP പ്ലസ് IC. ഈ ഇക്വേഷൻ 1/IP പ്ലസ് IC ഇത് വെച്ചിട്ട് നമ്മൾ ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് 3 ടേംസ്: ക്യാപിറ്റൽ കോസ്റ്റ്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആൻഡ് ഇയേഴ്സ് പർച്ചേസ്. ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇയേഴ്സ് പർച്ചേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഔട്ട് ദ വാല്യൂ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഫോർ ആൻ ഓൾഡ് ബിൽഡിംഗ് ഇഫ് ഇറ്റ്സ് ഫ്യൂച്ചർ ലൈഫ് ഈസ് 15 years and the rate of interest is 7% on capital and 4% on sinking fund. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെ നമുക്ക് 2 ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കുക, ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു എന്താണ്? 1/IP പ്ലസ് IC. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് IP ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതാണ് IP എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 7% ആണെന്ന് തന്നിട്ടുണ്ട്. സോ IP ഈസ് ഈക്വൽ ടു 0.07 ഓൺ ക്യാപിറ്റൽ. ആൻഡ് ഇനി നമ്മൾ IC കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ IC എന്താണെന്ന് നമ്മൾ മുന്നേ സിങ്കിങ് ഫണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ ആനുവൽ സിങ്കിങ് ഫണ്ട് I ഈസ് ഈക്വൽ ടു S ഇൻറ്റു IC ആയിരുന്നു. IC എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ്. അപ്പം IC ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഹോൾ റേസ് ടു n-1. അതാണ് ICൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് 4% ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ IC നമ്മൾ അതിനകത്തേക്ക് ഇതേ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. IC ഈസ് ഈക്വൽ ടു 0.04 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.04 ഹോൾ റേസ് ടു 15-1 ഈക്വൽ ടു 0.05. ഇതാണ് നമ്മുടെ ICൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 1/IP പ്ലസ് IC ആണ്. അപ്പോൾ ഈക്വൽ ടു 1/0.07 പ്ലസ് 0.05 ഈക്വൽ ടു 8.333 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ജസ്റ്റ് ഇയേഴ്സ് പർച്ചേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇങ്ങനെ 2 ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ദെൻ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ടും നമുക്ക് തരുകയാണെങ്കിൽ നമ്മൾ ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 1/IP പ്ലസ് IC എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. IP നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. IC നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക.
I by 1 plus I whole raised to n minus 1 എന്നതിനകത്തേക്ക് നമുക്ക് തന്നേക്കുന്ന ഇൻട്രസ്റ്റും ആ നമ്പർ ഓഫ് ഇയേഴ്സും കൊടുത്തിട്ട് നമ്മൾക്ക് ഐസിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. A leasehold property is to produce a net income of rupees 12,000 per annum for next 60 years. What is the value of the property? Assume that the landlord decides a return of 6% on his capital and the sinking fund to replace the capital is also to accumulate 6%. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, നെറ്റ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൽ നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നെറ്റ് ഇൻകം ഇതാ നമുക്ക് 12,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഐ പിയും ഐ സിയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒരു ബി പാർട്ടും കൂടി ഉണ്ട്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് 3%? ഇപ്പം എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എ പാർട്ട് ചെയ്യാം. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുക. 6% ഓൺ ക്യാപിറ്റലും 6% ഓൺ സിങ്കിങ് ഫണ്ടുമാണ് ഇൻട്രസ്റ്റ്. സോ ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 1 by IP plus IC. IP എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു 6% ആണ്. അപ്പോൾ 0.06. അടുത്ത ടേം ഐ സി ആണ്. ഐ സി ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. ഐ സി ഈക്വൽ ടു എന്താ? ഐ ബൈ 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n മൈനസ് 1. ഇതാണ് നമുക്ക് ഐ സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ ഐ സി ഈക്വൽ ടു എന്താ വരിക? ഐ എന്ന് പറഞ്ഞാൽ 6% ആണ് അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് 6% ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു 0.06. ഫോർ 60 ഇയേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ സി ഈക്വൽ ടു 0.06 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.06 ഹോൾ റേസ് ടു 60 മൈനസ് 1 ഈക്വൽ ടു 0.0019. ഇതാണ് ഐ സിൻ്റെ വാല്യൂ. ഇപ്പം നമുക്ക് ഐ പിയും കിട്ടി ഐ സിയും കിട്ടി. ദെൻ ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 1 ബൈ ഐ പി പ്ലസ് ഐ സി ഈക്വൽ ടു 1 ബൈ 0.06 പ്ലസ് 0.0019 ഈക്വൽ ടു 16.155. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇയേഴ്സ് പർച്ചേസ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. So value of the property equal to net income into years purchase. Net income നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,000 ആണ്. അപ്പോൾ 12,000 ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 16.155 ഈക്വൽ ടു 1,93,860 rupees. ഇതാണ് നമ്മുടെ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ചോദിച്ചു. അപ്പോൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കാണാനുള്ള ഇക്വേഷൻ നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ്. നെറ്റ് ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുക 1 ബൈ ഐ പി പ്ലസ് ഐ സി എന്ന് പറയുന്ന ഇക്വേഷനിൽ. ഐ പി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഐ സി നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അത് നമുക്ക് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കിട്ടി. ഇനി ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് when the interest on redemption of capital is 3%. അത് ഇൻട്രസ്റ്റിൽ മാത്രമാണ് ഒരു ചേഞ്ച് തന്നേക്കുന്നത്. അപ്പോൾ എ പാർട്ടിൽ 2 ഇൻട്രസ്റ്റും സെയിം ആയിരുന്നല്ലോ, രണ്ടും 6% ആയിരുന്നു. ബി പാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് മാറ്റി തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫോർ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് 3%. ദെൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഐ സിയിൽ അവിടെ ചേഞ്ച് വരും. അവിടുത്തെ ഐ എന്ന് പറയുന്നത് 3% ആയിട്ട് മാറി. അപ്പോൾ ഐ സി ഈസ് ഈക്വൽ ടു I divided by 1 plus I all raised to n minus 1. അതിൽ ഐക്ക് നമ്മൾ 0.03 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഐ സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0.0061. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇയേഴ്സ് പർച്ചേസ് ആണ് അപ്പോൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 1 ബൈ ഐ പി പ്ലസ് ഐ സി ഈക്വൽ ടു 1 ബൈ ഐ പി എന്ന് പറയുന്നത് 6% ആണ്. അപ്പോൾ 0.06 പ്ലസ് ഐ സി ഇസ് ഈക്വൽ ടു 0.0061 ഈക്വൽ ടു 15.129.
അങ്ങനെ നമുക്ക് ഇയേഴ്സ് പർച്ചേസ് കിട്ടി. ദെൻ എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈക്വൽ ടു 12,000 ഇൻറ്റു 15.129 ഈക്വൽ ടു 1,81,548 rupees എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 പാർട്ട് ഉണ്ടായിരുന്നു. 2ൽ നമ്മൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ആണ് കണ്ടുപിടിച്ചത്. ഇൻട്രസ്റ്റിലുള്ള ഡിഫറൻസ് ആണ് ഉണ്ടായിരുന്നത്. വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാണ് കാണുക, നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ആണ്. ഇയേഴ്സ് പർച്ചേസ് എന്ന് വെച്ചാൽ 1/IP + IC ആണ്. IP നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. IC നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ പ്രോബ്ലം ആൻഡ് ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ ഡെഫിനിഷൻ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ഇയേഴ്സ് പർച്ചേസ്, പിന്നെ അതിൻ്റെ പ്രോബ്ലം. അത്രയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്.